സിനിമയിലായിരുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് ആംബുലൻസുമായി ഇറങ്ങി തൻ്റെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ ഒരു വിജയ് മതിയാകുമായിരുന്നു. ഇതിപ്പോൾ സിനിമയിൽ നിന്നിറങ്ങിയ വിജയായിപ്പോയി. രാഷ്ട്രീയക്കാരനായ വിജയ്ക്ക് സ്വന്തം പ്രവർത്തകരെക്കാൾ അവനവൻ്റെ ജീവനായിരുന്നു വലുത്. താരത്തിളക്കത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്ക് ചുവടുമാറ്റിയ വിജയ്ക്ക് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചോ കാര്യമായ ധാരണ ഒന്നുമില്ല എന്നതാണ് വസ്തുത. 2 വർഷം മാത്രം പൂർത്തിയാക്കിയ തമിഴക വെട്ടിക്കഴകത്തിന് രാഷ്ട്രീയത്തിൽ ബാലാരിഷ്ടതകൾ ഏറെയാണ് എന്ന് ഈ സംഭവത്തോടെ തെളിയിക്കപ്പെടുകയാണ്. അവ്യക്തമായ കുറേയേറെ സ്വപ്നങ്ങളും ആസൂത്രണങ്ങളുമായി രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയ് അവിടെ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കരൂരിൽ അപ്രതീക്ഷിത ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കും ഇതെന്ന് പറയാനാവില്ല. സ്റ്റാർട്ടും ആക്ഷനും കട്ടും പറയാൻ ആളില്ലാത്ത ഒരു സെറ്റാണ് രാഷ്ട്രീയമെന്ന് വിജയ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ സ്വയം ആക്ഷൻ പറഞ്ഞ് മുന്നോട്ടു പോയ വിജയ്ക്ക് എവിടെ കട്ട് പറയണമെന്ന് അറിവുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. 2 വർഷത്തെ പ്രവർത്തനം വിജയുടെ ഉള്ളിലെ രാഷ്ട്രീയക്കാരൻ്റെ ഭാവി കണ്ടെത്തിയിട്ടുണ്ട്. അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഭഗീരഥ പ്രയത്നം തന്നെ അദ്ദേഹം നടത്തിവരികയായിരുന്നു. അതിനിടയിലെത്തിയ ഈ അപ്രതീക്ഷിത ദുരന്തം വിജയുടെ രാഷ്ട്രീയ ഭാവി ഇരുളടയ്ക്കുമോ എന്ന് ആശങ്കയുണ്ട്. ഐഡിയോളജിയോ ഇല്ലാത്തയാളെന്ന പരിഹാസവും വിമർശനവും ഇതിനകം തന്നെ വിജയെ തേടിയെത്തിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിൽ ഭരണം കൈയാളുന്ന DMKയെയും കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന BJPയെയും ആദ്യമേ കൂട്ടി ശത്രുക്കളാക്കിയതിനാൽ വിജയോടും പാർട്ടിയോടും കരൂരിലെ ദുരന്തത്തോടും കേന്ദ്രവും സംസ്ഥാനവും സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനും വയ്യ. പാർട്ടി തുടങ്ങിയപ്പോൾ തന്നെ വലിയ ആവേശത്തിൽ DMKയെ രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചതാണ് വിജയ്. BJPയെ പ്രത്യയശാസ്ത്രപരമായ ശത്രുവായും പ്രഖ്യാപിച്ചു. ഇത് രണ്ടും വലിയ മണ്ടത്തരമായി നിർവചിക്കപ്പെടുകയാണ് ഇപ്പോൾ. ദ്രാവിഡ പാർട്ടികൾ അരങ്ങുവാഴുന്ന തമിഴകത്ത് അതേ രാഷ്ട്രീയം പറഞ്ഞ വിജയ്ക്ക് ഐഡിയോളജിയും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു തുടക്കം മുതൽ മുതിർന്ന രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നത്. DMKയുടെയും അണ്ണാ DMKയുടെയും ഒക്കെ രാഷ്ട്രീയ ആചാര്യന്മാരായ പെരിയാറും അണ്ണാദുരയും ഒക്കെയാണ് വിജയുടെയും രാഷ്ട്രീയ ആചാര്യന്മാർ. ഐഡിയോളജിയോ ഇല്ല എന്ന് പരിഹസിച്ച വിജയ് വിക്രവാണ്ടിയിലും മധുരയിലും വിളിച്ചു ചേർത്ത TVK സംസ്ഥാന സമ്മേളനങ്ങളിലൂടെ മറ്റു രാഷ്ട്രീയക്കാരെ ഞെട്ടിച്ചതാണ്. സമ്മേളനത്തിനെത്തിയ ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ മറ്റു പാർട്ടിക്കാരെ ഞെട്ടിച്ചു. മാസ് ഡയലോഗുകളുമായി എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ വിജയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു. DMKയെയും BJPയെയും കടന്നാക്രമിക്കുന്ന വിജയുടെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിനുള്ളിലെ രാഷ്ട്രീയക്കാരൻ്റെ സ്ഥാനം തമിഴ്നാട്ടിൽ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു. ചിരിച്ചു തള്ളിയ മുതിർന്ന രാഷ്ട്രീയക്കാരുടെയൊക്കെ സങ്കല്പങ്ങളും കണക്കുകൂട്ടലുകളും വിജയ് തൻ്റെ പ്രവർത്തനത്തിലൂടെ കടപുഴക്കി. ഒടുവിൽ ഇത് അപ്രതീക്ഷിതമായ ഒരു ബ്രേക്ക് കൈവരികയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു വിജയുടെ ഓരോ പ്രവർത്തനവും. ഈറോഡ് ഈസ്റ്റ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതുപോലും പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനായിരുന്നു. ഈറോഡിൽ പേരിനെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി TVKയുടെ കരുത്തളന്നെടുക്കാൻ കഴിയുമായിരുന്നിട്ടും വിജയ് അത് ചെയ്യാതിരുന്നത് തൻ്റെ ഊർജം മുഴുവൻ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കരുതി വയ്ക്കാനായിരുന്നു. മനസ്സിൽ രാഷ്ട്രീയം കൊണ്ടു നടന്നിരുന്ന കാലത്തും ഒരു സിനിമാ താരമായിരുന്ന വിജയ്ക്ക് ചുറ്റും അന്നും ആളുകൾ കൂടിയത് സിനിമയിൽ കാണുന്ന വിജയെ നേരിൽ കാണാനായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. രാഷ്ട്രീയത്തിലും വിജയ് താരമാകുമ്പോൾ 2 തരം ആൾക്കൂട്ടമാണ് വിജയ്ക്ക് മുൻപിൽ എത്തുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന് വിജയ് ഒരിക്കലും പ്രതീക്ഷ പുലർത്തരുത് എന്ന് കമൽഹാസനും അടുത്തിടെ വിജയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. കടുത്ത നിബന്ധനകളോടെ മാത്രമാണ് വിജയുടെ സമ്മേളനങ്ങൾക്ക് പോലീസ് അനുമതി നൽകിക്കൊണ്ടിരുന്നത്. കരൂരിലെ സമ്മേളനത്തിനും ഈ നിബന്ധന വെച്ചിരുന്നു. ഇത്തരം നിബന്ധനകൾക്കെതിരെ വിജയും പാർട്ടിയും നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. DMKയാണ് തങ്ങളുടെ സമ്മേളനങ്ങൾക്ക് നിബന്ധന വെക്കുന്നത് എന്നാണ് വിജയുടെ ആരോപണം. കേന്ദ്ര സർക്കാർ നിയോഗിച്ച Y കാറ്റഗറി സുരക്ഷാ സംവിധാനത്തിനോടൊപ്പം വിജയ് തന്നെ ഏർപ്പാടാക്കിയ സുരക്ഷാ സംഘവും നടന്റെ ചുറ്റിലുമുണ്ട്. ഈ സുരക്ഷയും സംവിധാനങ്ങളും സമ്മേളനത്തിനെത്തുന്നവർക്ക് ഉറപ്പാക്കുന്നതിൽ പാർട്ടി പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആദ്യ സമ്മേളനം വിക്രവാണ്ടിയിൽ നടന്നപ്പോൾ പുലർച്ചെ മുതൽ കാത്തിരുന്ന പല പാർട്ടി പ്രവർത്തകർക്കും വെള്ളമോ ഭക്ഷണമോ കിട്ടിയില്ല എന്ന് പരാതിയുണ്ട്. പലരും തളർന്നു വീണിട്ടുണ്ട്. ഇതോടെ അടുത്ത സമ്മേളനത്തിൽ ഭക്ഷണവും വെള്ളവും അടക്കം ഒരുക്കി. കരൂരിലും ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയെങ്കിലും പ്രതീക്ഷയ്ക്കപ്പുറമെത്തിയ ജനക്കൂട്ടത്തിലേക്ക് ഇവ എത്തിക്കുന്നതിൽ വിജയുടെ സംവിധാനങ്ങൾ പരാജയമായി. പോലീസിനും നിയന്ത്രിക്കാനാകുന്നതിൽ അധികമായിരുന്നു കരൂരിലെ ജനക്കൂട്ടം. തമിഴ്നാടിനെ നയിക്കാൻ ഇതാ രക്ഷകൻ വരുന്നു എന്ന് പ്രഖ്യാപിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്നതാണ് വിജയ്. ബിഗ് സ്ക്രീനിലെ സൂപ്പർ താരത്തെ കാണാൻ രാഷ്ട്രീയം മറന്ന ജനക്കൂട്ടം എല്ലായിടത്തും എത്തി. വിജയുടെ രാഷ്ട്രീയ ആദർശം പേറുന്ന ജനങ്ങൾ കൂടിയായതോടെ ആൾക്കൂട്ടം ഇരട്ടിയായി.
സിനിമയുടെ മായിക വലയത്തിൽ നിന്ന് ഇനിയും മോചിതനായിട്ടില്ലാത്ത വിജയുടെ ജനക്കൂട്ടത്തിന് നടുവിലേക്കുള്ള ഇറങ്ങി നടത്തം കൃത്യമായ സംഘാടനമില്ലാത്ത റാലികളും സമ്മേളനങ്ങളുമെന്ന് ആദ്യ റാലി മുതൽ തന്നെ വിജയും സംഘവും തെളിയിച്ചതാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും തിങ്ങിപ്പെരുകിയ ആൾക്കൂട്ടവും ഇന്നത്തെ ദുരന്തക്കൂട്ടത്തിലേക്ക് വിജയുടെ സമ്മേളനത്തെ എത്തിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ മറികടന്നെത്തിയ ആൾക്കൂട്ടം കോടതിയെപ്പോലും ആശങ്കപ്പെടുത്തിയതാണ്. തിരുച്ചിറപ്പള്ളിയിൽ നടന്ന യോഗത്തിൽ ഒരാൾ മരിച്ചതോടെ ആശങ്ക വെറുതെയല്ലെന്ന് വ്യക്തമായതാണ്. സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാവാണ് എന്ന് പ്രതികരിച്ച് കോടതി കടുപ്പിച്ചതുമാണ്. ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, പ്രായമായവർ എന്നിവരെ സുരക്ഷാ ഭീഷണി മുൻനിർത്തി റാലിയിൽ പങ്കെടുപ്പിക്കരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നിയന്ത്രണങ്ങളില്ലാതെ വിജയുടെ റാലിയിൽ ആളുകൂടി. കരൂരിൽ മരിച്ചു വീണവരിൽ കൂടുതലും കുട്ടികളാണ് എന്നത് നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. സിനിമ പോലെ തന്നെ ജനവിധിയും ഭാഗ്യവും തുണച്ചാൽ മാത്രമേ രാഷ്ട്രീയ യാത്ര 100 കോടി ക്ലബിലെത്തൂ എന്നുള്ള തിരിച്ചറിവ് കൂടി വിജയ്ക്ക് ഇനി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പൂജാവധിയാണെങ്കിലും അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. സംഭവത്തിൽ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു.